ഈവനിങ് ആയപ്പം സൂര്യ മ്യൂസിക്കിലെ പാട്ടൊക്കെ കേട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഷുട്ടുമണി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റും അതുപോലെ മുകളിലെ വാം ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇതെന്താ സംഭവം ഇവിടെ നടക്കണേ എന്നുള്ളതിൽ അത് കണ്ടിട്ടുള്ള കളിയും ചിരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ കുറച്ചൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഡപ്പംകുത്ത് പാട്ടിനെ വേണം വൈബ് ചെയ്യാൻ എന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ എല്ലാ പാട്ടിൻ്റെ കൂടി പോകും. റൊമാൻസ് ആയാലും കുഴപ്പമില്ല, ഷോക്കായാലും കുഴപ്പമില്ല, പാട്ടുണ്ടായാൽ മതി തളം പിടിക്കാൻ. അതാണ് കുഞ്ഞി. കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തന്തേം തള്ളേ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെയല്ലേ വരും. കുഞ്ഞി നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കയ്യിലെടുക്കാനുള്ള അവളുടെ 18ാമത്തെ അടവാണ് കേട്ടോ. ഞാൻ പിണങ്ങി കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു തരം ഐറ്റാണിത്. താഴെ ഇങ്ങനെ കിടന്നിട്ട് പതുക്കെ മോളിക്ക് നോക്കിയിട്ട് നമ്മളെ നോക്കി ചിരിക്കും. അപ്പോൾ അവളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മുഖം നിർപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾ കാണിക്കണം പുതിയൊരു തരം അടവാണത്. 2 ദിവസമായി തുടങ്ങിയിട്ട്. ഈ കോപ്രായങ്ങളൊക്കെ കണ്ട ആർക്കാ ചിരി വരാട്ടൊക്കെ. അപ്പോൾ ഞാനും ചിരിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചിരിച്ചല്ലോ. അപ്പോൾ പിന്നെ കോംപ്രമൈസായി. പിന്നെ ഫുഡ് കൊടുക്കാനുള്ള അങ്കംവെട്ടാണ്. ഇത് ശരിയായിട്ടില്ല. പക്ഷേ ഓരോ ദിവസം ഓരോ അടവാണ്. ഇന്ന് ഇവനും പിടിച്ചിരുത്തി ഇവനും വാരി കൊടുത്തു, അതിൻ്റെ ഒപ്പം അവൾക്കും കൊടുത്തു. അപ്പോൾ 2-3 വായൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം പുതിയ ട്രിക്ക് പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിലും വലിയ ട്രിക്കായിട്ട് വരും കേട്ടോ. ആരോടും എനിക്ക് ഇതിലൊന്നും പരാതിയില്ല. കാരണം ഞാനിതിൻ്റെ ഡബിൾ ത്രിബിൾ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുഞ്ഞിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ചു. രാവിലെ ഒരു ഗ്ലാസ്, രാത്രി ഒരു ഗ്ലാസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. നമുക്കും വേണ്ടേ കുറച്ച് വിൽ പവറൊക്കെ. അപ്പം നമ്മുടെ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലായപ്പോൾ തൊട്ടിട്ട് ഇപ്പോൾ ഇതൊരു ഡേ ടു ഡേ റുട്ടീൻ പോലെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാൽ ഉണ്ടാവുന്നിടത്തോളം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു 50 പ്രാവശ്യമെങ്കിലും ഞാൻ കബോർഡും അതുപോലെ ഫ്രിഡ്ജും വെറുതെ തുറന്നു അടച്ചു നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്തിനാണെന്ന് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു സുഖം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇതിങ്ങനെ തുറന്നു നോക്കി അടയ്ക്കണ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇതുപോലെ ഇടയ്ക്ക് തുറന്നു നോക്കി അടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് അമ്മ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാനെടുത്ത് കഴിച്ചു. ബോട്ടിലൊക്കെ റീഫിൽ ചെയ്ത് വന്ന് കുഞ്ഞിക്ക് വിറ്റമിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോഴത്തേനും ആൾ ഫ്ലാറ്റായി. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.